ഗീതയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അറിയാതെ ആഹാരം ഉണ്ടാക്കി തന്നു ഇതുവരെ. ഇനി അങ്ങോട്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ടായിക്കൂടെ ജീവിതാവസാനം വരെ? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. വിരോധമില്ലെങ്കിൽ എല്ലാ വിവരങ്ങളും അപ്പച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലല്ല ഗീത എന്റെ അമ്മ. അവർ സ്നേഹസമ്പന്നയാണ്. എന്നാലും ഈ ബന്ധം അമ്മ ഇഷ്ടപ്പെടുന്നു എന്നാണ് എന്റെ പേടി. ഒന്നും പേടിക്കണ്ട. അല്പം എടുത്തയാറ്റം ഉണ്ടെന്നല്ലാതെ അവരാരെയും നൊമ്പരപ്പെടുത്താറില്ല. ഞാനൊരു പാവപ്പെട്ട അധ്യാപകന്റെ മോളാണ്. നിങ്ങളെപ്പോലുള്ള പണവും പദവിയും നിങ്ങൾക്കില്ല. ആ നിലയ്ക്ക് നമ്മളുടെ ഈ ബന്ധം അമ്മ എതിർത്താലോ? എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അമ്മ ചെയ്യില്ല. എന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അവരാകെ അസ്വസ്ഥയാവും. പണ്ടൊരിക്കൽ എനിക്ക് ടൈഫോയിഡ് വന്നു. ആശുപത്രി പേവാടിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അമ്മ സമ്മതിച്ചില്ല. അമ്മ അവധിയെടുത്ത് രാപ്പകൽ എന്റെ കട്ടിലിനരികിലിരുന്ന് എന്നെ ശുശ്രൂഷിച്ചു. കുളിച്ച് നോർമൽ ആയതിനു ശേഷമാണ് അമ്മ കോർട്ടിൽ പോയത്. അത് പെറ്റമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം. പാവപ്പെട്ട എന്നോടത് ഉണ്ടാവണമെന്നുണ്ടോ? ഇരിക്കൂ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. എന്താ ബാലന്റെ വിവാഹ കാര്യത്തെ പറ്റി എനിക്കല്പം സംസാരിക്കാനുണ്ട്. തമ്പി തമ്പിയല്ലേ അവിടെ? ഞാനിവിടെ ഉണ്ടല്ലോ. ഇവിടെ വരൂ. നിങ്ങൾ അവിടെ ഇരി മനുഷ്യ. ഒന്ന് ക്ഷമിച്ചുകള രാജലക്ഷ്മി. ഒന്നുമില്ലെങ്കിൽ അവർ ഒത്തിരി ആളുകളെ തൂക്കിക്കൊന്നിട്ടുള്ളതല്ലേ. അതിനെ നിങ്ങളെ അവരൊപ്പം അങ്ങനെ തൂക്കി കൊല്ലണ്ട. ഓ, അതിന് നീ ഉണ്ടല്ലോ. ആ തമ്പി ഇരിക്കൂ. സുലോചനയുടെ കോളേജ് തുറക്കാറായി. ബിന്ദുമോളെ നഴ്സറി സ്കൂളിലും ചേർക്കണം. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച പോവും. നമ്മൾ പറഞ്ഞ കാര്യം കല്യാണ കാര്യമല്ലേ, അതേക്കുറിച്ച് ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണമ്മേ. എങ്കിൽ കല്യാണം നടന്നതുപോലെ അങ്ങ് കരുതുക. അടുത്ത ആഴ്ച ഉണ്ണികൃഷ്ണൻ വരുമ്പോൾ ഞാൻ ബാലനെ ഇങ്ങോട്ട് അയക്കാം. പെണ്ണും ചെറുക്കനുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. അതൊരു നല്ല കാര്യമാണ്. ബാലൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. അത്രയും സ്വാതന്ത്ര്യമെങ്കിലും അവന് കൊടുക്കണം അമ്മേ. ഞാനെന്ന് തീരുമാനിച്ചാൽ അവൻ അതിൽ നിന്ന് അണുവിടെ മാറില്ല. എന്തായാലും കല്യാണ കാര്യമല്ലേ, അവര് തമ്മിലൊന്ന് കാണുന്നത് നല്ലതാ. ഓൾ റൈറ്റ്. ഞായറാഴ്ച ഞങ്ങൾ പുറപ്പെടുന്ന വിവരത്തിന് ബാലൻ ഒന്ന് ഫോൺ ചെയ്തേക്കൂ.
ശരി, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഞാൻ ഫോൺ ചെയ്യാം. ഞാൻ ചെയ്തോളാന്ന്. ഉണ്ണി ഇവിടെ ഇരിക്കൂ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും. അരി ഇട്ടതൊക്കെ മതി, അമ്മ വരുന്നുണ്ട്. ഇന്നല്ല, അടുത്ത ഞായറാഴ്ച. ആശ്വാസം, അതുവരെ നിൽക്കാമല്ലോ. വേണ്ട വേണ്ട, ഇപ്പോഴേ പോയിക്കോളൂ. എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ ഞാൻ തനിക്കൊരു കത്ത് തരാം. അതുകൊണ്ട് ഒന്ന് കൊടുത്താൽ അയാളുടെ കമ്പനി തനിക്കൊരു ജോലി തരും. ഓക്കെ? പ്രാർത്ഥനയൊക്കെ പിന്നെ. ഇവിടെ എല്ലാം ഉടനെ ക്ലീൻ ചെയ്ത് പഴയപോലെ ആക്കണം. അമ്മ ഒന്ന് നോക്കിയാൽ ഒരു സംശയം തോന്നരുത്. എന്നിട്ട് ഉടനെ സ്ഥലം വിട്ടോണം. അമ്മ വരുന്നു എന്നറിഞ്ഞപ്പോ ഗീതയ്ക്ക് ഭയം തോന്നുന്നുണ്ടോ? ഭയമല്ല, എന്തോ ഒരു കുറ്റബോധം പോലെ. കുറ്റബോധമോ? എന്തിന്? അടുക്കള കയറിയല്ലേ പ്രേമിച്ചു കളഞ്ഞത്. അത് ശരിയാ, അടുക്കള പ്രേമം എന്ന് വേണമെങ്കിൽ പറയാം. ടെനോയും കൂട്ടത്തിലുണ്ടല്ലോ. പാലങ്ങളുടെ ഉറപ്പ് നോക്കാൻ നോക്കിയതായിരിക്കും. ഗസ്റ്റ് ഹൗസിലേക്ക് പോകണ്ട, ഏതെങ്കിലും ഹോട്ടലിൽ പോകുന്നതാണ് നല്ലത്. എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും സഹകരിച്ച് കഴിയണമെന്നുള്ള അഭിപ്രായക്കാരനല്ലേ സാറ്. ടെനോയുടെ കാര്യത്തിലും നമുക്കൊന്ന് സഹകരിച്ചുകൂടെ? കാണിയിരുന്നോ? കൊച്ചമ്മ വന്നോ? ആ വന്നു. ചതിച്ചോ? പേടിക്കണ്ട, അമ്മ വന്നിട്ടില്ല. ഭഗവാനെ രക്ഷപ്പെട്ടു. ഈശ്വരമുള്ള ചേരൻ വരാൻ എന്താ ഇത്ര താമസിച്ചത്? എന്റെ പൊന്നു കുഞ്ഞെ, എഴുത്ത് വരുമ്പോ ഞാൻ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ടാണ് വൈകിപ്പോയത്. ആ, അമ്മ ഇന്നെപ്പോഴെങ്കിലും വരും. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? അല്ല, സാധനങ്ങളെല്ലാം ഇരുന്നിടത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ. അതൊക്കെ പിന്നെ ആര് കൊണ്ടുപോകാൻ? പേടി കൊണ്ട് ചോദിച്ചു പോയതാണ് കുഞ്ഞെ. അല്ല, ഈ സീറ്റുണ്ടെല്ലാം ഇവിടെ ഇട്ടതാരാ? വന്നു കയറുമ്പോ ഇത് കണ്ടാ മതി, എന്റെ കച്ചവടം ഒതുക്കിയത് തന്നെ. അയ്യോ, അമ്മ വരുന്നുണ്ട്. ഭഗവാനെ ചതിച്ചു. എന്റെ പോക്കറ്റിലിട്ടില്ല, എന്റെ കുറെ എവിടെ? എല്ലാരും വന്നോ? ഈശ്വരല്ലേ, അമ്മ വന്നു. ആ, എന്തൊക്കെ ഐശ്വര്യപിള്ള വിശേഷങ്ങൾ? ഉത്തരവ് വിശേഷങ്ങളായിട്ട് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. യാത്രയൊക്കെ രസമായിരുന്നു. ഹോട്ടലിലെ ശാപ്പാടൊക്കെ എങ്ങനെയായിരുന്നു ബാല? പരമ സുഖമായിരുന്നു. സുഖമോ? സുഖം എന്ന് വെച്ചാ പിന്നെ വയറ്റിളക്കം പിടിച്ച് നാശമായി പോയി. ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അത് ഞാൻ ചോദിക്കാമല്ലോ.
ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അമ്മ ഫോൺ ചെയ്ത് അന്ന് തന്നെ ആ ജോലി തീർത്തു. ഗുഡ്. ഇതൊക്കെ തുടച്ചിട്ട് ഒരുപാട് ദിവസമായി തോന്നുന്നല്ലോ ഈശ്വരപ്പിള്ളേ. ഉത്തരവ് കാലത്തും വൈകിട്ടും തുടക്കുന്നുണ്ടായിരുന്നേ. ഉത്തരവ്. ഈ അടുക്കളയിൽ പാചകം ചെയ്ത ലക്ഷണമുണ്ടല്ലോ. അത് അത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ഓരോ കാപ്പി ഉണ്ടാക്കി കുടിക്കുമായിരുന്നു. കടയിലെ കാപ്പി എന്ന് പറഞ്ഞാൽ കഷായമല്ലേ കൊച്ചമ്മേ, കഷായം. കാപ്പി മാത്രമല്ലല്ലോ ഈശ്വരപ്പിള്ളേ, ഇവിടെ വേറെന്തൊക്കെയോ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ 1-2 ദിവസം കഞ്ഞി വെച്ചല്ലേ? അതെ 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 അതെ, കഞ്ഞിക്കറി. എനിക്ക് വയറ്റിൽ അസുഖം ഉണ്ടായപ്പോ മറന്നു. അത് അതെ 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 അതെ, ഈശ്വരമുള്ള ആ കാര്യം അങ്ങ് മറന്നുപോയി. ശരി ശരി, ഈശ്വരപ്പിള്ള ഗോമതിയുടെ വീട്ടിൽ ചെന്ന് ജോലിക്ക് വരാൻ പറഞ്ഞേക്കൂ. ഉത്തരവ്. കുഞ്ഞേ, ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്?